അപ്പോൾ മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ യൂസ് ചെയ്ത് താഴെ തന്നിട്ടുള്ള ഫോർമാറ്റ് ഡിസൈൻ ചെയ്യണം. ദെൻ അതിൻ്റെ 3 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യണം. അപ്പോൾ ഫോർമാറ്റ് തന്നിട്ടുണ്ട്: സെക്ഷൻസ്, മെയിൽ, ഫീമെയിൽ ആൻഡ് ടോട്ടൽ, UP ആൻഡ് HS ആൻഡ് HSS സെക്ഷൻ. ഇതാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുക, ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ സെറ്റാക്കും. അപ്പോൾ മക്കളെ, നമുക്ക് ഓരോ സ്റ്റെപ്പിലോട്ടും പോവാം. ആദ്യം നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് റൈറ്റർ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എത്ര നമ്പർ ഓഫ് കോളംസ് ആൻഡ് എത്ര നമ്പർ ഓഫ് റോസ് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിന് ടേബിൾ, ഇൻസേർട്ട് ടേബിൾ. ദെൻ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ നമുക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ് അതിനനുസരിച്ച് ടേബിളിൽ റോസും കോളംസും ഇൻസേർട്ട് ചെയ്യുക. നമ്പർ ഓഫ് കോളംസ് സെറ്റ് ചെയ്യുക, നമ്പർ ഓഫ് റോസ് സെറ്റ് ചെയ്യുക. ദെൻ ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെറ്റ് ചെയ്തു. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്ററിൽ അത്രയും നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസ് ഷോ ചെയ്യും. ഇനി ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഓരോ ഡാറ്റകളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി കോളത്തിൽ നമ്മൾ ഓരോ ഹെഡിങ്ങും സെറ്റ് ചെയ്ത് കൊടുക്കുക. സെക്ഷൻ, മെയിൽ, ഫീമെയിൽ ആൻഡ് ടോട്ടൽ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു കോളത്തെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് HSS സെക്ഷനെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം എത്ര നമ്പർ ഓഫ് റോസ് ആണോ നമുക്ക് വേണ്ടത് അത്രയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റിൽ, എന്നിട്ട് ടേബിളിൽ സ്പ്ലിറ്റ് സെൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അപ്പോൾ നമുക്ക് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടേബിളിൽ സ്പ്ലിറ്റ് സെൽ ഓപ്ഷൻ, ദെൻ അവിടെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എത്ര സെക്ഷനായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ വെർട്ടിക്കൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. ദെൻ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ HSS സെക്ഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതിൽ HSS സെക്ഷൻ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടേബിളിൽ പോവുക. അതിൽ മേർജ് സെൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ കോളം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് ടേബിളിൽ മേർജ് സെല്ല്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡാറ്റകളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഡാറ്റകളും ടൈപ്പ് ചെയ്യുക. ഡാറ്റകളൊക്കെ ടൈപ്പ് ചെയ്യുക. മെയിൽ, ഫീമെയിൽ ആൻഡ് ടോട്ടൽ. ദെൻ നമ്പർ ഓഫ് UPs മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ടോട്ടൽ, ആൻഡ് നമ്പർ ഓഫ് HS മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ടോട്ടൽ. ദെൻ HSS section humanities, number of males and number of females, and HSS section number of females and male section from commerce, and HSS section from science, male and female. Then language. Then finally total, number of males total, number of females total, and grand total. ഡാറ്റകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് വൺ, സേവ് ദ ഫയൽ വിത്ത് ദ നെയിം സ്റ്റാഫ് ODT. അതായത് നമ്മളോട് റൈറ്റർ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സേവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഫയൽ, സേവ് ഓർ Ctrl+S, ദെൻ സേവ്. സേവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കതിൻ്റെ എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് വരിക, staff.odt. അതായത് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷനാണ് ODT. എക്സാമിന് വൈവ പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് എക്സ്റ്റൻഷൻ ഓഫ് റൈറ്റർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ,
ഏതെങ്കിലും പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടേബിളിൽ ഓട്ടോ ഫോർമാറ്റ് സ്റ്റൈൽ, അതിൽ ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്യുക. പലതരത്തിലുള്ള സ്റ്റൈലുകൾ അവൈലബിൾ ആണ്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, ഓക്കെ അടിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് റോയുടെ മുകളിൽ പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യണം. ദെൻ ആ ഇൻസേർട്ട് ചെയ്ത ആ റോസിൻ്റെ ഡാറ്റ, ദാറ്റ് മീൻസ് സെക്ഷൻ LP, ദെൻ അതിൽ നമ്പർ ഓഫ് ഫീമെയിൽ ആൻഡ് നമ്പർ ഓഫ് മെയിൽ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ്, എവിടെയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ റോ സെലക്ട് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇൻസേർട്ട് റോസ് എബോവ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക, ഓക്കെ അടിക്കുക. ആൻഡ് ഫൈനലി എല്ലാ ഡാറ്റയും സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ്.